ദുരന്തമുണ്ടായ കരൂരിലേക്ക് പോകാൻ വിജയ്ക്ക് അനുമതി നൽകിയില്ല എന്ന് ടി.വി.കെ. അനുമതി തേടിയിട്ടും പോലീസ് നൽകിയില്ല എന്നാണ് ടി.വി.കെ. വൃത്തങ്ങൾ പറയുന്നത്. എന്നാൽ വിജയ് അനുമതി തേടി എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നില്ല. അതിനിടെ വിജയ്ക്കെതിരെ നാമക്കലിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. വിജയ് കൊലയാളി എന്നാണ് പോസ്റ്ററിൽ ഉള്ളത്. മുഹമ്മദ് റഹീസ് വിവരങ്ങളുമായി. മുഹമ്മദ്, ഇന്ന് കോടതിയിലേക്ക് കാര്യങ്ങളൊക്കെ വരികയാണ്. അപ്പോൾ ഈ ദിവസം നിർണായകമാണ്. അതിനിടെ മറ്റു ചില പരാതികളുമൊക്കെയായി ഇപ്പോൾ ടി.വി.കെ. വരുന്നു. കൂടാതെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്നു നാമക്കലിൽ. വിശദാംശങ്ങൾ. റഹീസ്, കേൾക്കാമോ? കരൂരിലേക്ക് പോകാൻ അനുമതി നൽകണം എന്നൊരു അഭ്യർത്ഥന വിജയ് മുന്നോട്ട് വെച്ചു എന്ന വാർത്ത കഴിഞ്ഞ ദിവസം വന്നതാണ്. പക്ഷേ അനുമതി ലഭിച്ചിട്ടില്ല. പോലീസ് അത് നൽകിയില്ല എന്നിപ്പോൾ ടി.വി.കെ. പറയുന്നു. അങ്ങനെ അനുമതി നൽകിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ പോലീസ് കൃത്യമായൊരു സ്ഥിരീകരണവും നൽകുന്നില്ല. ചില പോസ്റ്ററുകൾ നാമക്കലിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അവിടെ പരിപാടി നടത്തിയിരുന്നു. കൊലയാളി എന്ന വിശേഷണത്തോടെയുള്ള പോസ്റ്ററുകളാണ് അവിടെയുള്ളത്. റഹീസ്, വിശദാംശങ്ങൾ പറയും. ഇന്ന് ഹൈക്കോടതി ടി.വി.കെയുടെ ഹർജി പരിഗണിക്കാനിരിക്കെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു ദിവസമാണ് ടി.വി.കെയെ സംബന്ധിച്ചിടത്തോളം. ഒപ്പം തന്നെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളവും ഈ ഒരു കരൂരിലെ അപകടം, ആ അപകടത്തിൽ ഹൈക്കോടതി ആർക്കെതിരെയാണ് ഏറ്റവും രൂക്ഷമായ വിമർശനം ഉന്നയിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി വരിക. അവിടെ ഈ ഒരു അപകടത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും പോലീസ് ടി.വി.കെയ്ക്ക് മേൽ പഴിചാരുമ്പോൾ അതിലൊരു ഗൂഢാലോചന ആരോപിച്ചുകൊണ്ടാണ്, സംഭവത്തിൽ ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട് എന്ന് കാട്ടിക്കൊണ്ടാണ് ടി.വി.കെ. കോടതിയെ സമീപിക്കുന്നത്. അപ്പോൾ ആ ഹർജി ഇന്ന് 2:15 പരിഗണിക്കുന്നു. അപ്പോൾ കോടതി നടത്തുന്ന ഓരോ പരാമർശങ്ങളും നിർണായകമായി മാറും. കോടതി ആരെ ആണ് കൂടുതൽ പഴിചാരുക എന്നുള്ളതായിരിക്കും ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിനപ്പുറത്തേക്ക് പിന്നീട് ഈ പാർട്ടികളൊക്കെയും എങ്ങനെയാണ് അവരുടെ നിലപാട് മാറ്റുക? DMK കൂടുതലായി ടി.വി.കെ. അറ്റാക്ക് ചെയ്യുമോ, അതോ ടി.വി.കെയ്ക്ക് ഒരു പിടിവള്ളി ലഭിക്കുമോ കോടതിയിൽ നിന്നും എന്നുള്ളതൊക്കെയാണ് പ്രധാനമായിട്ടും ഇന്ന് ചർച്ചയാവുക. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ വിജയ്ക്കെതിരെ പോസ്റ്റർ അറ്റാക്ക് കൂടി തുടങ്ങിയിട്ടുണ്ട്. വിജയ്ക്കെതിരെ പോസ്റ്റർ പ്രചാരണം നടന്നു വരുന്നു. നാമക്കലിൽ വിജയ് കൊലയാളിയാണ്, ഇത്രയധികം ആളുകളുടെ ജീവനെടുത്ത വിജയ് താരമല്ല, മറിച്ച് കൊലയാളിയാണ് എന്ന പേരിൽ നാമക്കലിൽ പോസ്റ്ററുകൾ പ്രചരിക്കുന്നു. അവിടേക്ക് അതിന് പിന്നിൽ DMK ആണ് എന്ന് ടി.വി.കെ. ആരോപിക്കുന്നു. അതിനപ്പുറം വിജയ് കരൂരിലേക്ക് പോകാനായി അനുമതി തേടിയിരുന്നു എന്ന് ടി.വി.കെ. വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇന്നലെ പോലീസിനോട് അനുമതി തേടിയെങ്കിലും കരൂരിലേക്ക് വിജയ്ക്ക് പോകാനാകില്ല എന്ന് പോലീസ് അറിയിച്ചു എന്നാണ് തിരിച്ചു മറുപടി ലഭിച്ചിരിക്കുന്നതെന്ന് ടി.വി.കെ. പറയുന്നുണ്ട്. എന്നാൽ പോലീസ് ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നില്ല. ഇന്നലെ രാത്രി വരെയും അത്തരത്തിലൊരു കത്ത് ലഭിച്ചിട്ടില്ല എന്നാണ് പോലീസ് വൃത്തങ്ങൾ പറയുന്നത്. എന്തായാലും കൂടുതൽ കേസുകളിലേക്കുമൊക്കെ നാമക്കൽ പോലീസ് കടന്നിട്ടുണ്ട്. വിജയ് പങ്കെടുത്ത ഓരോ പരിപാടിയിലും ഏതൊക്കെ തരത്തിൽ നിയമങ്ങൾ ലംഘിച്ചിട്ടുണ്ടോ അതിനൊക്കെ എതിരെ കേസെടുക്കാനാണ് സാധ്യത. അനുജ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.